ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് ഈ വ്യക്തിയുടെ മനസ്സിൽ, നിങ്ങൾ ഈ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്നുള്ളത് ഇവിടെ കാണുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് വളരെയധികമായിട്ട് ഒരു പോസിറ്റീവ്, ഒരുപാട് നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തി, വലിയ ഈഗോയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തികളായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കും വാല്യൂ ഉള്ള ഒരാളായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. ഒരുപാട് ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്ന, അതായത് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളായിരിക്കാം. അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടേതായ അഭിപ്രായങ്ങളും നിങ്ങളുടേതായ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കുണ്ട്. അത് സ്വന്തമായിട്ടുള്ള, അതായത് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നിലപാട് നിങ്ങൾക്കുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും അത് ഇല്ല, അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ചോദിക്കും. മേ ബി ഒരു അഭിപ്രായമൊക്കെ ചോദിക്കുമായിരിക്കും, പക്ഷെ അവർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനല്ല നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഡിസിഷൻസ് എടുക്കും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ പിന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്റ്റിലാണ് കൂടുതൽ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഒരു സ്നേഹബന്ധത്തിൽ, ഒരു പ്രണയത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റിയെ പറ്റി അവർ ഓർത്തിരുന്നില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന വാല്യുബിൾ ആയുള്ള മൊമെന്റ്സ് അവർ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവന്നത് നിങ്ങളുടെ ഒരു പ്രസൻസ് ആയിരുന്നു എന്നെല്ലാമുള്ള ചിന്തകളാണ് ആ ഒരു വ്യക്തിയിലുള്ളത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തോ വളരെ ആഴത്തിലുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ചർച്ച, ഡിസ്കഷൻ നിങ്ങളോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ അവരെയോ അല്ലെങ്കിൽ അവർ നിങ്ങളെയോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ പേരിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പ് നല്ലതുപോലെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എന്തോ ഒരു കാര്യം അവർക്കും നിങ്ങൾക്കും ഇടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ മനസ്സിലുള്ളത് അത്രയും ആഴത്തിൽ നിങ്ങളുടെ ഒരു മുഖം അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതായിട്ട്, നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അവർ മാനസികമായിട്ട് തന്നെ അത്രത്തോളം ഒരു ഡിപ്രഷനിലേക്ക് ഒക്കെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നു, ബാലൻസ് കൊണ്ടുവരാനായിട്ട്, ലൈഫിൽ ഫോക്കസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് രീതിയിലുള്ള ശ്രമങ്ങളിലാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പിരിച്വൽ പാത്ത് പോലും അവർ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല വ്യക്തികളെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ചിലപ്പോൾ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെപ്പറേഷൻ ആയിരിക്കാം, നിങ്ങൾ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ഒരുപാട്
അവരുടെ ഒരു ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് അവരായിട്ട് തന്നെ അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാരണം അത്രത്തോളം ഒരു വളരെയധികം വേസ്റ്റ് ആയിട്ട് അവർ നിങ്ങളോട് പെരുമാറിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വരസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെ ഇങ്ങനെ വാശി പിടിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കാം അവർ സംസാരിച്ചിരുന്നത്. അതിന്റെ പേരിലൊക്കെ ഇപ്പോൾ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇത്രയും നാളും ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നു, ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോഴെല്ലാം ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ അവഗണിക്കുകയും നിങ്ങളെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിലുണ്ടായ മാറ്റം ഈ വ്യക്തിയിൽ ഇപ്പോൾ വളരെയധികം ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, പക്ഷെ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മാറ്റം നിങ്ങൾ ഇനിയും തുടർന്ന് പോകണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. അങ്ങനെയാണ്. കാരണം അത്രയും ഒരു സ്ട്രോങ്ങർ ആയിട്ട് നിങ്ങളിപ്പോൾ ചിന്തിച്ചു തുടങ്ങി അല്ലെങ്കിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു എനർജി ചേഞ്ച് നിങ്ങളുടെ പേഴ്സണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിൽ നിന്നാണ് ആ ഒരു ഇതുണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ ഒരു ഗൈഡൻസ് തന്നതാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചേഞ്ച് ആയിരിക്കുന്നതിന് കാരണം. സോ നിങ്ങൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. ഈ വ്യക്തിയെ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ കറക്റ്റായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ആ ഒരു എനർജി ഫ്ലോ ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജസ് നമുക്കിങ്ങനെ കിട്ടുന്ന എന്തൊക്കെ മെസ്സേജസ് ആണ് എന്നുകൂടി നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് തന്നെ അതൊന്ന് എടുത്തു നോക്കാം. എന്തൊക്കെ മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് അവരുടെ അടുത്ത് നിന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്? ആ ഒരു എനർജി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവർ തയ്യാറാണ്. എന്ത് വീഴ്ച ചെയ്യാനും അവർ തയ്യാറാകുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ അവർ ഇപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് പോലും ഈ നോക്കുന്ന സമയത്ത് പോലും അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ്. നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാനും മറ്റൊരു റിലേഷൻഷിപ്പിൽ പോകാനോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകാനോ ഈ വ്യക്തിക്ക് കഴിയില്ല. അവർക്ക് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആകണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് അവരുടെ മനസ്സിനുള്ളത് എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. മുന്നോട്ട് പോകാൻ തടസ്സമാവുന്ന റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് അവർക്കറിയാം. എങ്കിലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ ഇവര് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സെപ്പറേഷൻ അവരിലെ ശക്തമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു അത്ഭുതം സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വന്നൊരു മാറ്റം പോലെ, അതുപോലെ ഒരു മിറാക്കിൾ പോലെ അവർക്ക് ചേഞ്ചസ് വന്നിരിക്കുന്നു. ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. അവരുടെ ക്യാരക്ടറും ബിഹേവിയർ ഒക്കെ മാറിയിരിക്കുന്നു. അത് നിങ്ങളെ ഇങ്ങനെ തുടർന്ന് ചേസ് ചെയ്യുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും കോണ്ടാക്ട് വരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും. ആ വ്യക്തി അത്രയും ഒരു മാറ്റങ്ങളിലൂടെ കടന്നുപോയി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയെ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും തിരിച്ചു വരുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഓക്കെ, അവർ നിങ്ങളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല. അവർ മറ്റൊരു വ്യക്തിയിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ നിങ്ങളെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അവരതിനുള്ള ഒരു പോസിബിലിറ്റിയിൽ എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഡിസിഷൻസ് ഒക്കെ എടുത്ത് നിൽക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു സക്സസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായെങ്കിലും ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ അതെല്ലാം മാറും എന്ന് തന്നെയാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വിക്ടറി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ വ്യക്തി തീർച്ചയായും നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾക്ക് ഒരു 100% അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ വ്യക്തി തിരിച്ചു വരിക. ലൈഫ് സന്തോഷകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അവർ പറയുന്നു, ഗീവ് മീ സം ലവ്, ഐ എം സോറി എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് കുറച്ച് സ്നേഹം നൽകണം എന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയാണ്. ഐ മിസ് യുവർ പ്രസൻസ്. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് നല്ലതായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്.
ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ ഒരു മെസ്സേജോ ഒരു കോളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അവർ ഉടനെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും എന്നാണ് പറയുന്നത്. ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. ഓക്കെ, നിങ്ങളെ വളരെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട്, അവരുടെ ലൈഫിൽ നിങ്ങളെ ലഭിച്ചത് ഒരു ഭാഗ്യമായിട്ട് അവർ കരുതുന്നു. അതുപോലെ തന്നെ ഇനിയൊരു നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ഒരു ദിവസത്തിലേക്ക് വേണ്ടിയുള്ള മണിക്കൂറുകളും ദിവസങ്ങളും അവർ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് അവര്. ഓക്കെ, ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ സൂൺ. ഓക്കെ, അവര് എന്തെങ്കിലുമൊക്കെ മോശമായ രീതിയിൽ സംസാരിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ വഴിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ഷമിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ് എന്ന് നിങ്ങളോട് പറയുകയാണ്. അവർ ക്ഷമിക്കും, ഉടനെ തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവരോട് ക്ഷമിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. ഓക്കെ, അവരുടെ ജീവിതം ഒരു വിലയുമില്ലാത്തതാണ് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു കാര്യം അവർ നിങ്ങളുടെ അടുത്ത് പറയണം. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എൻ്റെ സ്നേഹമെന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. എൻ്റെ പ്രോബ്ലംസ്, എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് ഹിയറിംഗ് ഇഷ്യൂസ്. ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഹിയറിംഗ് ഇഷ്യൂസിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്. നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ലൈഫ് ചേഞ്ച്. ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു എന്നാണ്. ഓക്കെ, മലപ്പുറം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1979 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2023 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഓഗസ്റ്റ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. ചൈൽഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ യു നമുക്ക് കിട്ടുന്നുണ്ട്. 1995 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 1991 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് 1985 ആണ്. അതുപോലെ ചെസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1 മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 വീക്സ് പോസിബിലിറ്റി ആണ് അത്, 1 വീക്സ്. ഓക്കെ, സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. 1978 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് നമ്പർ 40 ആണ്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.